ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്ററാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ തന്നേക്കുന്ന കുറിപ്പ് നമുക്ക് വായിച്ച് നോക്കാം. എന്താ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെറും 21 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയിലുള്ള നൗറു എന്ന ദ്വീപിനെ വിശ്വവിഖ്യാത മാസിക ഏതാണ്? നാഷണൽ ജോഗ്രഫിക് 1976 വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം. നിറയെ പച്ചപ്പുള്ള ഈ ദ്വീപ് ഒരിക്കൽ നിരവധി ദേശാടന പക്ഷികളുടെ അഭയകേന്ദ്രമായിരുന്നു. എന്നാൽ ഇന്ന് നൗറു ഒരു തരിശുഭൂമിയാണ്. അപ്പോൾ എങ്ങനെയാണ് തരിശുഭൂമിയായി നമുക്ക് നോക്കാം. ദ്വീപിലെ വിഭവങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. എങ്ങും പവിഴപ്പുറ്റുകൾ മാത്രം എഴുന്നു നിൽക്കുന്ന വിജനഭൂമി. എന്തുകൊണ്ട് നൗറു ഇങ്ങനെയായി എന്നറിയണ്ടേ? രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നു നൗറു. 1888 ജർമ്മനി അവിടെ കോളനി സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയതോടെ ദ്വീപിന്റെ ദുരവസ്ഥ തുടങ്ങി. 1-ാം ലോക യുദ്ധാനന്തരം ബ്രിട്ടൻ, ആസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളും അവിടെ ഖനനം ആരംഭിച്ചു. ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയിരുന്നു. എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കി. അതോടെ പക്ഷികളും ജന്തുക്കളുമൊക്കെ നാമാവശേഷമായി. നൗറുവിന്റെ പരിസ്ഥിതി തന്നെ മാറി. ഫോസ്ഫേറ്റ് നിക്ഷേപവും അധികം താമസിയാതെ തീർന്നു. അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി എല്ലാ അർത്ഥത്തിലും. നോക്കിക്കേ, ഫോസ്ഫേറ്റ് എന്ന ധാതുവിഭവത്താൽ ഒരിക്കൽ സമ്പന്നമാവുകയും പിന്നീട് അതേ ധാതുവിഭവത്തിന്റെ ശോഷണം മൂലം ദരിദ്രമാവുകയും ചെയ്ത നൗറുവിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വിഭവങ്ങൾ, വിഭവശോഷണം എങ്ങനെ സംഭവിക്കുന്നു, വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഓക്കെ, പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ എന്താ പറയുന്നത്? വിഭവങ്ങൾ എന്ന് പറയുന്നു. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ എന്താ പറയുന്നത്? വിഭവങ്ങൾ. നോക്കിക്കേ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ? ശിലകൾ, ജലം, മണ്ണ്, കാറ്റ്, ധാതുക്കൾ, സൂര്യപ്രകാശം. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ല, ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. വായു, സൂര്യപ്രകാശം, കാറ്റ്, മരങ്ങൾ, ജലം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. അപ്പോൾ നമ്മൾ കണ്ട ചില വിഭവങ്ങൾക്ക് എന്തുണ്ട്? ജീവനുണ്ട്. ചിലത് ജീവനില്ലാത്തവയാണ്. ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്ത വിഭവങ്ങളെ എങ്ങനെ പറയുന്നത്? അജൈവ വിഭവങ്ങളെന്നും പറയും. ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? തീർന്നു പോകുന്നവയാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ചില വിഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. എക്കാലത്തും ലഭ്യമായവയും എന്നും ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയുമാണ്. നമുക്ക് നോക്കാം. കാറ്റ് നമുക്ക് എക്കാലത്തും ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ജലം നമുക്ക് എക്കാലത്തും ലഭ്യമാകുന്നതാണ്. പിന്നെ സൂര്യപ്രകാശം, പിന്നെ വനം, മണ്ണ് എന്നിവയൊക്കെ നമുക്ക് എക്കാലത്തും ലഭ്യമാകുന്നതാണ്. എന്നാൽ ഏതൊക്കെയാണ്? കൽക്കരി, പ്രകൃതിവാതകങ്ങൾ, അതുപോലെ തന്നെ പെട്രോളിയം, ഇരുമ്പയിര് എന്നിവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. ഓക്കെ, നോക്കിക്കേ, വിഭവങ്ങൾ, ഉപയോഗം. മണ്ണിന്റെ ഉപയോഗം എന്താണ്? സസ്യ ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണ് മണ്ണ്. ജലം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വായു ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. സൂര്യപ്രകാശം സസ്യജന്തുജാലങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാറ്റ് ഊർജ ഉൽപാദനത്തിന്. സസ്യജാലങ്ങൾ ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നു. അതുപോലെ തന്നെ മരങ്ങൾ പേപ്പർ, ഫർണിച്ചറുകൾ മുതലായവ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ മറ്റു ഉപയോഗങ്ങളും നമുക്കുണ്ട്. ഞാൻ ഇത് മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ. മൃഗങ്ങൾ മാംസം,
തുകൽ, പാൽ എന്നീ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നദികൾ, വൈദ്യുതോർജ്ജം, ജലസേചനം മുതലായ ഉപയോഗങ്ങൾക്ക് പെട്രോളിയം, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ മുതലായ ഇന്ധനങ്ങൾ ഉണ്ടാക്കുന്നതിന്, വനങ്ങൾ പരിസ്ഥിതി സന്തുലനത്തിന്, കൽക്കരി ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇരുമ്പയിര് ഇരുമ്പിന്റെ നിർമ്മാണത്തിന്, ശിലകൾ കെട്ടിട നിർമ്മാണത്തിന്, സ്വർണം ആഭരണ നിർമ്മാണത്തിന്. ഇവിടെ നോക്കിക്കേ, എക്കാലത്തും ലഭ്യമായ വിഭവങ്ങൾ ഏതൊക്കെയാണ്? കാറ്റ്, ജലം, സൂര്യപ്രകാശം, വനം, മണ്ണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം, ഇരുമ്പയിര്. എക്കാലത്തും ലഭ്യമായ വിഭവങ്ങളെ എന്താ പറയുന്നത്? പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളെന്നാണ് പറയുന്നത്. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളെ എന്താ പറയുന്നത്? പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളെന്ന് പറയുന്നു. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളെന്ന് പറയുന്നു. നോക്കിക്കേ, വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ ശോഷിക്കുന്ന വിഭവങ്ങൾ. ഇവിടെ എന്താ പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമുള്ളതെന്ന ധാരണയിൽ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇത് അമിതമായ വിഭവശോഷണത്തിന് വഴിതെളിച്ചു. അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്തു. നോക്കിക്കേ, പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളാണിവ. മനുഷ്യരുടെ ഉപയോഗം അവയുടെ ലഭ്യതയെ അല്പം പോലും ബാധിക്കുന്നില്ല. എന്നാൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മണ്ണ്, വനം, ജലം മുതലായ പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗവും മലിനീകരണവും ഇവയുടെ സ്വയം പുനഃസ്ഥാപന ശേഷിയെ ബാധിക്കുന്നു. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളുടെ നീതിപൂർവകമായ ഉപയോഗങ്ങൾക്ക് ഏറെ സാധ്യതകളുണ്ട്. പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപനശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങളാണിവ. വളരെ ശ്രദ്ധാപൂർവം നീതിയുക്തവുമായി ഉപയോഗിക്കപ്പെടേണ്ടവയാണ് ഇത്തരം വിഭവങ്ങൾ. അമിത വിനിയോഗം കൊണ്ട് ധാതുക്കൾ പോലുള്ള വിഭവങ്ങൾ വളരെ വേഗം ഇല്ലാതായി തീരുന്നു. വാഹന ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പെട്രോളിയം, വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കൽക്കരി തുടങ്ങിയ ധാതുക്കൾ അവയുടെ ഉപയോഗത്തിനു ശേഷം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. നോക്കിക്കേ, മനുഷ്യനിർമ്മിത വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളും. അനുയോജ്യമായ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന വിഭവങ്ങളാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. റോഡുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, ഫർണിച്ചറുകൾ, യന്ത്രസാമഗ്രികൾ എന്നിങ്ങനെ പ്രകൃതിയിലെ വിഭവങ്ങൾ കൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന എന്തും മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ്. പ്രകൃതിയിലെ ചില വിഭവങ്ങൾ മനുഷ്യന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തവയാണ്. അവ വിഭവമായി മാറണമെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. മനുഷ്യരുടെ അറിവും കഴിവും ചിന്തയും സാങ്കേതിക പരിജ്ഞാനവുമാണ് പ്രകൃതിയിലെ വിഭവങ്ങളെ ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും ഒരു വിഭവം തന്നെ. ഇനിയും വിഭവശോഷണം. തുടർച്ചയായ ഉപയോഗം വിഭവങ്ങളുടെ ലഭ്യത കുറയ്ക്കുന്നു. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ള വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം വരും തലമുറയ്ക്ക് അത്തരം വിഭവങ്ങളുടെ ദൗർലഭ്യം സൃഷ്ടിക്കുന്നു. മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ, വനപ്രദേശങ്ങൾ, കൃഷിഭൂമി, ഊർജ ഉറവിടങ്ങൾ, നീർത്തടങ്ങൾ എന്നിവയിൽ കനത്ത ആഘാതമേൽപ്പിച്ച് പരിസ്ഥിതി ദുർബലമാക്കുന്നു. നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാമേ. ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു. വിശക്കുന്ന 1000 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. ഭൂമിയല്ലാതെ അവർക്ക് മറ്റൊരിടമില്ല. അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. എനിക്ക് ശ്വസിക്കാൻ ഭയമാകുന്നു. എനിക്കറിയില്ല എന്തുമാത്രം വിഷലിപ്തമാണീ വായുവെന്ന്. ഞാൻ പുറത്തേക്കിറങ്ങാൻ ഭയക്കുന്നു. കാരണം അന്തരീക്ഷത്തിലെ ഓസോൺ സുഷിരങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി കാണാൻ നിങ്ങൾ ബാക്കി വെച്ചേക്കുമോ? ഈ മഴക്കാടുകളെ, മൃഗങ്ങളെ, പൂമ്പാറ്റകളെ. നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഇങ്ങനെ വിലപിച്ചിരുന്നുവോ? ആകുലപ്പെട്ടിരുന്നുവോ?
നിങ്ങൾക്കിനിയും ഭൂമിയെ സംരക്ഷിക്കാൻ സമയമുണ്ടെന്ന് കരുതുന്നുവോ? നിങ്ങൾക്ക് സാൽമൺ മത്സ്യങ്ങളെ തിരികെ എത്തിക്കാൻ കഴിയില്ലെങ്കിൽ, മരുഭൂമികളായി മാറിയ വനപ്രദേശങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ, നിർത്തൂ ദയവായി, ഇവയെ നശിപ്പിക്കാതിരിക്കൂ. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ നിരവധി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ സദസ്സിനെ നിശബ്ദമാക്കിയ പ്രസംഗം മൊഴിമാറ്റം നടത്തിയതിൻ്റെ പ്രസക്ത ഭാഗമാണ് നമ്മൾ വായിച്ചത്. കേവലം 12 വയസ്സ് മാത്രമുള്ള സെവൻകുലി സുസുഗി എന്ന കാനഡക്കാരിയായ പെൺകുട്ടിയായിരുന്നു പ്രസംഗക. അപ്പോൾ കുട്ടി തൻ്റെ പ്രസംഗത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? മലിനീകരിക്കപ്പെടുന്ന വായു, നശിപ്പിക്കപ്പെടുന്ന വനങ്ങൾ, ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന ജന്തുജാലങ്ങൾ, അതുപോലെ തന്നെ ഓസോൺ സൂക്ഷ്മങ്ങളെക്കുറിച്ചൊക്കെ അവൾ പറയുന്നുണ്ടല്ലേ. 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചു. മനുഷ്യന്റെ അമിതമായ വിഭവചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ പക്ഷി. കണ്ടോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിനു വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രത്യക്ഷമായി. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം, ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യം നിന്നു പോയവയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, വണ്ടികളുടെ അമിത ഉപയോഗമാണല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്തരീക്ഷം മലിനമാക്കപ്പെടും. അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചാൽ വനഭൂമികൾ എന്തായി മാറും? തരിശു ഭൂമികളായി മാറും. പരിധിക്കപ്പുറം മത്സ്യങ്ങളെ നമ്മൾ ഉപയോഗിച്ചാൽ മത്സ്യസമ്പത്തിൻ്റെ ലഭ്യത കുറയും. അതുപോലെ തന്നെ ധാതുക്കൾ ഒരുപാട് നമ്മൾ ഉപയോഗിച്ചാൽ ധാതുക്കൾ പൂർണ്ണമായും തീർന്നു പോകും. അമിതമായും അശ്രദ്ധയോടും കൂടി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ അതിന് വളരെ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും അല്ലേ. ജലം, മണ്ണ്, പെട്രോളിയം, വനം എന്നിവയൊക്കെ ഒരിക്കൽ ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും? ജലമില്ലാതായാൽ ജീവൻ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. അതുപോലെ തന്നെ മണ്ണില്ലാണ്ടായാൽ സസ്യങ്ങൾ നശിക്കും, തുടർന്ന് ജന്തുജാലങ്ങളും. പെട്രോളിയം ഇല്ലാതായാൽ ഗതാഗത വ്യവസായിക മേഖലയിൽ തകർച്ചയുണ്ടാകും. വനമില്ലാണ്ടായാലോ പരിസ്ഥിതി സന്തുലനം തകരും. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഭൂമിയിൽ ആവശ്യമുള്ള ഘടകങ്ങളാണ്. ഇവയൊക്കെ നമുക്ക് ഇല്ലാണ്ടായാൽ മനുഷ്യജീവൻ പോയിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ജന്തുജാലങ്ങളൊന്നും ഉണ്ടാവില്ല. സ്വയം പുനഃസ്ഥാപന ശേഷി ഇല്ലാത്ത വിഭവങ്ങളെയാണ് കൂടുതലായും ഊർജ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഇത്തരം വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം വരും തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാൻ ഇവ ഭൂമിയിൽ അവശേഷിക്കുമോ എന്ന് സംശയമാണ്. ഭൂമിയിൽ 100 കോടി ജനങ്ങൾ മാത്രം വസിച്ചിരുന്ന കാലത്ത് മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ സാരമായി ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് 600 കോടി മനുഷ്യർ പരിസ്ഥിതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. നിലവിലുള്ള വിഭവങ്ങൾ കൊണ്ട് ഭൂമിക്ക് എത്ര നാൾ ഇത്രയും മനുഷ്യരെയും ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള വിഭവങ്ങളെയൊക്കെ നമ്മൾ നശിപ്പിക്കാതിരിക്കണം, നാളേക്ക് വേണ്ടി കരുതി വെക്കണം. ഓക്കെ, ഓരോ വർഷവും ഏകദേശം 3 ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്നതായാണ് കണക്ക്. ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ 2020 ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള ഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് പഴയ പുസ്തകമായതുകൊണ്ടാണ് 2020 കുറിച്ചൊക്കെ പറയുന്നത്. ശരിയായ കാര്യം തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് മൂലം നമുക്ക് അതികഠിനമായ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ടല്ലേ. അതോടൊപ്പം തന്നെ കാലാവസ്ഥയിലൊക്കെ നേരിയ മാറ്റവും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഇനിയും വിഭവ സംരക്ഷണം. വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ
ചിത്രങ്ങൾ കാണിച്ചേക്കുന്നത് എന്താണ്? നമ്മൾ സൈക്കിള് ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ്? സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇന്ധന ചെലവും അന്തരീക്ഷ മലിനീകരണവും ഇല്ലാത്ത ഗതാഗത മാർഗം ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? പിന്നീട് കുട്ടികൾ മരം വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? വനവൽക്കരണത്തിലൂടെ പരിസ്ഥിതി സന്തുലനം ഉണ്ടാവുന്നു. പിന്നെന്താ പറയുന്നത്? പിന്നെ ഇവിടെ സൗരോർജം കാണിച്ചിട്ടുണ്ട്. പരമ്പരാഗത ഊർജ വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് ബാഗ് ഒഴിവാക്കിയിട്ട് നമുക്ക് പേപ്പർ സഞ്ചിയോ അല്ലെങ്കിൽ തുണിസഞ്ചിയോ ഉപയോഗിക്കണം. അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം തടഞ്ഞ് പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ കാറ്റാടിപ്പാടം കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാറ്റിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഊർജം ലഭിക്കുന്നു. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടതാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഓക്കെ, ഇവിടെ അമിത വിഭവ ഉപയോഗമാണ്. വിഭവസമ്പത്ത് ബദൽ മാർഗങ്ങൾ. അമിതമായിട്ട് നമ്മൾ വിഭവങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ചേരുംപടി ചേർക്കാൻ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഒന്നാമത്തെ എന്താ കാണിച്ചേക്കുന്നത്? ഒന്നാമത്തേത് ഊർജ്ജ സമ്പത്താണ്. ആവശ്യമില്ലാതെ കുറച്ച് വെളിച്ചമൊക്കെ ഇട്ടേക്കുക. നമ്മൾ ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യണം? പ്രകാശം ഉപയോഗിക്കണം. അപ്പോൾ ഊർജ്ജ സമ്പത്ത് ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുതി ഉപകരണങ്ങളും ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ സൂര്യപ്രകാശം, കാറ്റ് മുതലായവയെ കൂടുതൽ ആശ്രയിക്കുക. അമിതമായ വൈദ്യുതി ദീപ അലങ്കാരങ്ങൾ ഒഴിവാക്കുക. കാലപ്പഴക്കമുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഒഴിവാക്കുക. അടുത്ത എന്താണ്? രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? മലിനമാക്കപ്പെടുന്നുണ്ടല്ലേ? വായു സമ്പത്ത്. അന്തരീക്ഷം മലിനമാകുകയാണ്. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക. കുറഞ്ഞ ദൂരത്തേക്ക് നടന്നോ സൈക്കിളിലോ പോവുക. ഒരാൾക്ക് മാത്രമായി കാർ ഉപയോഗിക്കാതിരിക്കുക. അടുത്ത എന്താണ്? മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചേക്കുവാണ് അല്ലേ? അപ്പോൾ അതെന്താണ്? വനസമ്പത്ത്. വനങ്ങൾ വെട്ടി നശിപ്പിച്ചേക്കുകയാണ്. അതിനുള്ള പരിഹാരമാർഗം എന്താണ്? വനനശീകരണം തടയണം. തരിശുഭൂമികളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. സാമൂഹിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത എന്താണ്? ലാസ്റ്റ് കാണിച്ചേക്കുന്നത് ജലമൊക്കെ ആഡംബരത്തിന് വേണ്ടിയിട്ട് വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ് അല്ലേ? അപ്പോൾ ജലസമ്പത്ത് എന്താണ് അതിന് പരിഹാരം? ശുദ്ധജലം പാഴാക്കാതിരിക്കുക. മഴവെള്ളക്കൊയ്ത്ത് പോലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുക. ഭൂഗർഭജലത്തോത് കൂട്ടുക. നീർത്തടങ്ങൾ സംരക്ഷിക്കുക. പിന്നെന്താ പറയുന്നത്? നമ്മുടെ ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്നും അത് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. അത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അമിതമായിട്ട് നമ്മൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഉപയോഗിച്ചത് നശിപ്പിക്കാതിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ നിയമങ്ങളും. അമിത വിഭവചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ എന്തു വന്നു? നിയമങ്ങൾ നിലവിൽ വന്നു. എന്തൊക്കെ നിയമങ്ങളാണ്? പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 51 AG വകുപ്പും, പരിസ്ഥിതി സംരക്ഷണ നിയമം, ജലനിയമം, വന സംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. വിഭവ സംരക്ഷണം കേരളത്തിൽ. പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം 1999 ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഉദാഹരണമാണ് നെൽവയൽ സംരക്ഷണ നിയമം, തണ്ണീർത്തട സംരക്ഷണ നിയമം. വികസനം സുസ്ഥിരം, പ്രകൃതി സുരക്ഷിതം. വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം.
ഗാന്ധിജി എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. ഓക്കെ, സുസ്ഥിര വികസനത്തിനായി എന്ത് ചെയ്യാം നോക്കിക്കേ. അടുക്കളയിൽ നിന്നുള്ള ജലം ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കണം. വേസ്റ്റ് വെള്ളം വരത്തില്ല, അത് ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കണം. പിന്നെന്താ പറയുന്നത്? പൊതുസ്ഥലങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം മുതലായവ പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നെന്താ പറയുന്നത്? മഴവെള്ളക്കൊയ്ത്തിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുക. പ്ലാസ്റ്റിക് കവറിന് പകരം എന്ത് ഉപയോഗിക്കണം? തുണിസഞ്ചികൾ ഉപയോഗിക്കുക. നോക്കിക്കേ, ഞാൻ ഇന്നു മുതൽ നമ്മൾ ചില തീരുമാനങ്ങളോടെ എടുക്കണം. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്ക് എന്താണ്? ഊർജ്ജ ഉപയോഗം കുറയ്ക്കണം. എങ്ങനെയാണ്? ലൈറ്റുകളും ഫാനുകളും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. ഗുണമേന്മയുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കണം. സാധാരണ ബൾബുകൾക്ക് പകരം പരമാവധി LED ബൾബുകൾ ഉപയോഗിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഈ വസ്തുക്കൾ പുനരുപയോഗപ്പെടുത്തണം. ഏതൊക്കെയാണ്? പേപ്പർ, കുപ്പി, തുണി, പിന്നെന്താണ്? പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെന്താണ്? പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ജനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അത്യാവശ്യത്തിന് മാത്രമേ വിഭവങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. നോക്കിക്കേ, ലാസ്റ്റിൽ എന്താ പറയുന്നത്? പ്രകൃതിയിലേക്ക് മടങ്ങാം, സംരക്ഷിക്കാം, ഓരോ ചെറു കാൽവയ്പുകളിലൂടെയും വലിയ മാറ്റങ്ങൾക്കായി കാതോർക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയുണ്ട്. പിന്നെ വിഭവ ശോഷണം പഠിച്ചു, വിഭവ സംരക്ഷണവും. ഓക്കെ, നോക്കിയേ, ക്രോഡീകരണമാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെ എന്താ പറയുന്നത്? വിഭവങ്ങളെന്ന് പറയുന്നു. പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എങ്ങനെയാണ്? എക്കാലത്തും ലഭ്യമായതുമുണ്ട്, ചിലത് എന്താണ്? ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയുമുണ്ട് അല്ലേ? ഇവയെ യഥാക്രമം എങ്ങനെയാണ് പറയുന്നത്? പുനഃസ്ഥാപിക്കപ്പെടുന്നവയെന്നും പുനഃസ്ഥാപിക്കപ്പെടാത്തവയെന്നും പറയുന്നു. അനിയന്ത്രിതമായ വിഭവ ഉപഭോഗം മൂലം സംഭവിക്കുന്ന വിഭവങ്ങളുടെ അളവിലും ഗുണനിലവാരത്തിലുമുള്ള കുറവാണ് വിഭവശോഷണം. വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണം. അതിന് പറയുന്ന ഏതൊക്കെയാണ്? നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മത്സ്യസമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ അത് ഉണ്ടായി വരാനുള്ള സമയവും കൊടുക്കണം. അതിനനുസരിച്ച് വേണം അതൊക്കെ ഉപയോഗിക്കാനായിട്ട്. വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അപ്പം നമ്മൾ നാളേക്കും കൂടി കരുതി വെക്കണം. ഉള്ളത് മൊത്തം തീർക്കരുത്. നമ്മൾ നാളേക്കും കൂടി എന്തോ ചെയ്യണം? കരുതി വെക്കണം. അപ്പം നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.